ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വിക്രമും വേദയായിട്ട് അമ്പലത്തിൽ വരികയാണ്. അവർ വന്ന് തൊഴുകയാണ് സന്തോഷപൂർവ്വം. അപ്പോൾ തൊഴുത് കഴിഞ്ഞിട്ട് വേദ പറയുകയാണ്, വിക്രം ഇവിടെ ഇരിക്കും, എനിക്കൊരു 7 പ്രാവശ്യം ഒരു ഒറ്റയടി പ്രദക്ഷിണമുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറയുകയാണ്. അപ്പോൾ വിക്രമിന് വേണ്ടിയിട്ട് നേർന്നതാണ്, ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ വരാമെന്ന് പറയുകയാണ്. അങ്ങനെ വിക്രം അപ്പുറത്തോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വേദയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വേദ 7 പ്രാവശ്യം ഒറ്റയടി പ്രദക്ഷിണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വിക്രം പല കാര്യങ്ങളും ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ ബലമായി താൻ വേദയുടെ കഴുത്തിൽ താലി കെട്ടിയതും, പിന്നെ വേദ തൻ്റെ വീട്ടിൽ വന്നതും, പിന്നെ ശ്രീനി സാറ് ചേർന്നൊരു വിവാഹം നടത്തിയതും പാർട്ടിപരമായിട്ട്, പിന്നെ മുത്തശ്ശിയും വീട്ടുകാരെല്ലാവരും കൂടി ചേർന്നൊരു വിവാഹം നടത്തിയതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രമിൻ്റെ മനസ്സ് മുഴുവൻ വേദയോടുള്ള പ്രണയം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞ് വേദ പ്രദക്ഷിണമെല്ലാം തിരിച്ച് വരികയാണ്. അപ്പോൾ വിക്രം ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ സ്വപ്നം കണ്ടാക്കി ഇരിക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, വിക്രമസ്വാമി എന്താണ് സ്വപ്നം കണ്ടാക്കി ഇരിക്കുന്നത്, ആരെക്കുറിച്ച് എങ്ങനെ ഓർത്തിരിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, ഞാൻ തന്നെ ഓർത്തിരിക്കുകയാണ്. എന്നെക്കുറിച്ച് എന്താണ് ഓർക്കാനുള്ളത്, അല്ല ഞാൻ തന്നെ ജീവിതത്തിൽ വന്നതും നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ഉണ്ടായത്, അതിനെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ വേദ നിന്നോട് ചോദിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ബലമാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ള സത്യം തന്നെയാണ്, അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണോ നീ ഇപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം വേദ പറയുന്നില്ല. അപ്പോൾ വേദ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ താൻ ഒരു ദിവസം കിടന്നുറങ്ങിയ സമയത്ത് സ്വപ്നം കാണുകയാണ്, തൻ്റെ ചേട്ടനും അച്ഛനും കൂടി ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ സഹായത്തോടുകൂടി വിക്രമെ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് വിക്രം ഒരു തെയ്യത്തിൻ്റെ രൂപമായിട്ട് മാറുകയും അത് വേദയുടെ അടുത്ത് വന്ന് ഇങ്ങനെ രോഷാകുലമായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെയാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് വേദ. എന്നിട്ട് വേദ പറയുകയാണ്, വിക്രം ഞാൻ അതെല്ലാം അതിനെക്കുറിച്ചൊക്കെ പറയാം, ഇപ്പോൾ വേണ്ട, വിക്രം സന്തോഷമായിട്ട് മല ചവിട്ടിയിട്ട് വരും, എന്നിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ പോയാൽ പോരല്ലോ, ഒരു തീരുമാനം എടുക്കുക. ആ സമയത്ത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിക്രമിനോട് പറയാമെന്ന് പറയുകയാണ്. ഇപ്പോൾ ഞാൻ എന്തായാലും പറയുന്നില്ല എന്ന് പറയണം. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ അവിടെ നിന്ന് മടങ്ങുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ദീപ്തിയുടെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ ദീപ്തി ഇതിനു മുമ്പ് ശ്രീകാന്തും അമ്മയും അച്ഛനും എല്ലാവരും കൂടി ചേർന്ന് നല്ല രീതിയിൽ ഉപദേശം കൊടുത്തായിരുന്നു. പക്ഷെ അന്നൊന്നും ദീപ്തി ഒരു വിധത്തിൽ അടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ട് ദീപ്തി ദേഷ്യത്തെ റൂമിൽ കയറി കതകടയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് സാഹചര്യം അങ്ങനെയല്ല. ശങ്കരനാരായണൻ കോടതിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ശ്രീകാന്തും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ദീപ്തി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദീപ്തിയുടെ അമ്മ കാര്യങ്ങളൊക്കെ പറയുകയാണ്, മോളെ നീ ചെയ്യുന്ന തെറ്റാണ്, അപ്പോൾ നിനക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല, കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ വിഷമം വരുന്നത്, ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, നീ അതിനെ തല്ലി തകർക്കരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദീപ്തി പറയാൻ, ചേച്ചി ഇതേപോലെ ഇറങ്ങി പോകുമായിരുന്നല്ലോ, ചേച്ചിയുടെ ചെയ്ത് എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്ന, പ്രണയം, അവരിപ്പോഴും ഭാര്യ ഭർത്താവായിട്ടൊന്നല്ല ജീവിക്കുന്നത്, അപ്പോൾ എന്താ ചേട്ടാ അവരെ കൂടെയാണോ ജീവിക്കുന്നതെന്ന് ദീപ്തിയും ചോദിക്കുകയാണ്. അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയാതെന്നൊക്കെ ശ്രീകാന്ത് പറയണം. നീ എന്ത് പറഞ്ഞാലും അവളുടെ കാര്യം എന്തിനാണ് എടുത്തിരുന്നത്, നിൻ്റെ കാര്യം പറയൂ എന്ന് ശ്രീകാന്ത് പറയണം. എനിക്കൊന്നും പറയില്ല, ഞാൻ ഒരാൾ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് വരുണിനെ മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് ദീപ്തി കട്ടായമായിട്ട് പറയുകയാണ്. ഈ പണിക്കത്ത് കുടുംബത്തിൽ ഒരു അന്തസ്സും ആഭിചാരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട് വരുന്നവർ ഈ കുടുംബത്തിൽ വെച്ച് പൊറപ്പിക്കില്ല, ഏത് വാസവൻ്റെ മകനായാലും. അപ്പോൾ ചേട്ടൻ വരുണിൻ്റെ ജാതി കുറഞ്ഞു പോയതാണോ ഈ പ്രശ്നം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജാതി കുറഞ്ഞ് വളരെ പ്രശ്നം തന്നെയാണ്, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് ജീവിക്കണമെങ്കിൽ ജാതി ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണെന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ്. പിന്നെ നിൻ്റെ ചേച്ചിയുടെ കാര്യം, അവ ഒരു ദരിദ്രവാസി തെണ്ടിയാണെങ്കിൽ ജാതിയുടെ കാര്യത്തിൽ തുല്യമാണെന്ന് പറയുകയാണ് ശ്രീകാന്ത്. പിന്നെ അവനെല്ലാവരും വിക്രം ഫാൻസ് എന്ന് പറഞ്ഞ് കുറേ പേരൊക്കെ ഉണ്ട് അവനെ പൊക്കാനായിട്ട്, അത് അവൻ്റെ വർക്ക്ഷോപ്പിലുള്ള അവൻ്റെ ഏതോ കൂട്ടുകാരൊക്കെയാണ്, അല്ലാതെ അവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. പിന്നെ ഇപ്പോൾ അവൾ നടക്കുന്ന കണ്ടില്ലേ, ഏത് സമയം ശ്രീകാര്യ ശ്രീനിവാസിന് വേണ്ടി തല്ലുണ്ടാക്കി സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കാനേ അവൾക്ക് സമയമുള്ളൂ, അതാണ് അവളുടെ സന്തോഷകരമായ ജീവിതം എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ ചേട്ടൻ ജാതിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ശരി തന്നെയാണ്, വരുൺ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾ തന്നെയാണ്, അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സ്നേഹിച്ചതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചേട്ടൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജാതിക്കെതിരെയൊക്കെ ഒരുപാട് പ്രവർത്തിച്ചും പത്രത്തിൽ ഫോട്ടോയൊക്കെ വന്നിട്ടുള്ളതല്ലേ, അതൊക്കെ ഞാനും ചേച്ചി ആരാധനയോട് കൂടി ഒരുപാട് നോക്കി നിന്നിട്ടുണ്ടെന്നൊക്കെ പറയണം. അതൊക്കെ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പലർക്കും പലതും ആവാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സ്വന്തം ജീവിതത്തോടെ വരുന്ന കാര്യമാകുമ്പോൾ ആരും അതിനോടൊന്നും യോജിക്കില്ല. ഇപ്പോൾ എത്രയും മാട്രിമോണിയോ സൈറ്റുകൾ നീ എടുത്തു നോക്കുക, അവിടെ എല്ലാം സ്വന്തം ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ വിവാഹാലോചനകളാണ് ക്ഷണിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് ശ്രീകാന്ത്. അപ്പോൾ ദീപ്തിക്ക് ദേഷ്യം വരികയാണ്, ചേട്ടൻ ജാതി വെച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ദേഷ്യം തല്ലാനായിട്ട് പോവുകയാണ്. എന്നെ തല്ലിയാൽ ഞാൻ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുമെന്നും ശങ്കരനാരായണൻ്റെ മകൻ്റെ ഫോട്ടോ പേപ്പറിൽ വരുമെന്നൊക്കെ പറഞ്ഞ് ദീപ്തി ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അമ്മ പത്മ പറയുകയാണ്, അപ്പോൾ നീ ഇത്രയ്ക്കൊക്കെ വളർന്നല്ലേ മോൾ, എന്തായാലും സന്തോഷമായെന്നൊക്കെ
പറയുകയാണ്. അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒറ്റ വാക്കേ ഉള്ളൂ. അപ്പോൾ നീ അതിനെതിരെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ പട്ടിണിയായിരിക്കുമെന്നും ഞാൻ പട്ടിണി കിടന്ന് ചാവുമെന്നും പറഞ്ഞിട്ട് പത്മ അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ദീപ്തി ഒരു ധർമ്മസങ്കടത്തിലാവുകയാണ്. അപ്പോൾ ഇതൊന്നും വകവയ്ക്കാതെ ശ്രീകാന്തും ഇറങ്ങിപ്പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സുധാര മാഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ശ്രീജയുടെ ശ്രീ ഫുഡ്സ് എന്ന പ്രോഡക്റ്റ് വിപുലമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ പൊരിച്ച് കോരുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു സ്ത്രീ വരികയാണ്. അപ്പോൾ പുതിയൊരാളെ കൂടി നിയമിക്കുകയാണ്. അപ്പോൾ അവരുടെ പേര് അംബിക എന്നാണ്. അപ്പോൾ മുത്തശ്ശി അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല മുത്തശ്ശിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിലോട്ടൊക്കെ തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വരാൻ പോകാമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ തന്നെ അവിടെ നിയമിക്കുകയാണ്. അപ്പോൾ അവരുടെ ജോലികളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുധാകര മാഷും കമലയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീജയുടെ കച്ചവടമൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ടല്ലോ, അതേ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ച് കൊണ്ടുവരാറില്ല, കുഴപ്പമില്ല രീതി പോകുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വിനായകനും നന്ദിനി ഉമ്മറത്ത് നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ എന്നിട്ട് ആ സമയത്ത് അവർ കഞ്ഞി കുടിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ വിശ്വം വളരെ ടെൻഷനിൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കമല ചോദിക്കും, എന്താ മോനെ എൻ്റെ മുഖത്ത് ടെൻഷൻ പോലെ? അതൊന്നുമില്ല അമ്മ, നമ്മളിപ്പോൾ കറി പൗഡറൊക്കെ പിന്നെ പൊടിച്ച സാധനങ്ങളൊക്കെ കൂടുതൽ ഇറക്കുമതി ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ മെഷീൻസൊക്കെ വേണം. അപ്പോൾ അത് വാങ്ങാനായിട്ട് 1.5 ലക്ഷം രൂപയാവും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് മറിക്കാനാണ്. ശ്രീജയുടെ ലോൺ എടുത്ത പൈസ ആണെങ്കിൽ എല്ലാം തീർന്നായിരുന്നു. ഇനി 6 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തൊക്കെ ഇട്ട് തരത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സുധാര മാഷ് വിനായകനോട് ചോദിക്കുകയാണ്, അപ്പോൾ നീ എൻ്റെ പൈസ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. അയ്യോ എൻ്റെ ഇവിടെ നിന്ന് പൈസ ഞാൻ പൈസ കണ്ടിട്ട് തന്നെ 1.5 ലക്ഷം രൂപ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദിനി അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇതേപോലുള്ള തുക്കട കമ്മീഷൻ മാത്രമേ ഉള്ളൂ അച്ഛാ, അല്ലാതെ നമുക്ക് ബിസിനസ്സും വലിയ കമ്പനിയൊന്നും ഇല്ലല്ലോ എന്ന് നന്ദിനി പറയുകയാണ്. അപ്പോൾ കമലയ്ക്ക് ഒരു ഓർമ്മ വരികയാണ്, എൻ്റെ കയ്യിൽ കുറച്ച് വള ഇരിപ്പുണ്ട്, സ്വർണ്ണ വള, അപ്പോൾ അത് പണയം വെച്ച് കൊടുത്താലോ മാഷിന്ന് പറയും. എങ്കിൽ പിന്നെ അത് മതിയല്ലോ, നീ എത്രയും പെട്ടെന്ന് അതെടുത്ത് കൊടുക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ വിശ്വം പറയണം, ഇപ്പോൾ വേണ്ട, ഞാൻ ശ്രീജയെ ഒന്ന് സഹായിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ കാപ്പി കുടിച്ചു എന്ന് ചോദിക്കുകയാണ്. മാഷ് ഇല്ല, ഞാൻ ശ്രീജയെ സഹായിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറയുകയാണ് വിശ്വം. അപ്പോൾ നമ്മുടെ വേദയും വിക്രമിനെ ഇതുവരെ കണ്ടില്ലല്ലോ അമ്പലത്തിൽ പോയിട്ട്. അവർ വരുമ്പോൾ വരട്ടെ മാഷ് വരും, ഞാൻ കഞ്ഞി വിളമ്പി തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നന്ദിനിക്ക് ദേഷ്യം വരികയാണ്. നിങ്ങളിവിടെ കുന്തം വിഴുങ്ങിയോടെ നിന്നിട്ട് നിങ്ങളോടൊരു കഞ്ഞി കുടിച്ചോ എന്നെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ് നന്ദിനി. നിങ്ങൾ അവർക്കുണ്ടായത് തന്നെ എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിനായകനും ദേഷ്യം വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്